ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ കടൽക്ഷോഭം, ഉയർന്ന തിരമാലകൾ ലക്ഷദ്വീപ് നിവാസികളെ എങ്ങനെ ബാധിക്കുന്നു? അവരെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടെയുണ്ട്. അവിടെ 11ഓളം ദ്വീപുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ 10 വർഷത്തിന് മുമ്പ് ഞാൻ ലക്ഷദ്വീപ് സമൂഹത്തിൽ ചെല്ലുകയും അവിടുത്തെ ആളുകളെ കാണുകയും ദ്വീപിലെ നിവാസികളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലെ ഈ ഉയർന്ന തിരമാലകളുള്ള സമയത്ത് അത് കമൻറ്റ് ബോക്സിൻ്റെ ഓൺ ദി ഡോട്ടിലെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെയാണ് ഇന്ന് കമൻറ്റ് ബോക്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ലക്ഷദ്വീപ് സമൂഹം നമുക്കറിയാം, ഏതാണ്ട് 36 ദ്വീപുകളുണ്ട്. ഇത്രയധികം സൂര്യനെ ചുംബിക്കുന്ന പോലുള്ള അത്രയും മനോഹരമായ സുന്ദരമായ ദ്വീപുകളുടെ സമൂഹമാണ്. 36 ദ്വീപുകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കേരള തീരത്തിൽ നിന്നും 200 മുതൽ 440 കിലോമീറ്റർ അകലെയായിട്ട് ആണ് ഈ ദ്വീപസമൂഹമുള്ളത്. ഇതിനകത്ത് 36 ദ്വീപുകളിൽ 10 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. ഈ 10 ദ്വീപുകളിലും എല്ലാം കൂടെ ചേർന്നിട്ട് 2021 സെൻസസ് പ്രകാരം 60,000-ൽ പരം മനുഷ്യർ മാത്രമാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ വോട്ടവകാശമുള്ളവർ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഏതാണ്ട് 50,000-ന് താഴെ മാത്രം വോട്ടവകാശമുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നമ്മൾ അഭിമാനിക്കുന്നു, മലയാളികൾ അഭിമാനിക്കുന്നു, അവിടെ ഈ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ മലയാളവും മറ്റെന്തോ ഒരു ആഫ്രിക്കൻ അറേബ്യൻ ഭാഷ കൂടെ ചേർന്നുള്ള ഒരു പ്രാദേശിക ഭാഷ കൂടെയുണ്ട്. എന്നാലും കരയിൽ നിന്ന് പോകുന്ന നമ്മളെ കാണുമ്പോൾ തന്നെ പറയും, എന്താ നാട്ടുന്ന കരയുന്ന എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വളരെയധികം സൗഹാർദ്ദപൂർണ്ണം, വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു സമൂഹമാണ് ലക്ഷദ്വീപ് നിവാസികൾ. അവരുടെ പ്രത്യേകതകളിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തെക്കാൾ കൂടുതൽ ലിറ്ററസി, സാക്ഷരതയുള്ളവരാണ് ലക്ഷദ്വീപ് നിവാസികളെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. മത്സ്യബന്ധനം തന്നെ 2 തരത്തിലുണ്ട്. പുരുഷന്മാരായിട്ടുള്ളവർ മത്സ്യബന്ധനത്തിന് പോകുന്നത് ചൂരമീനിനെ വേട്ടയാടാനാണ് അവർ പോകുന്നത്. ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് യാത്രകൾ തന്നെ ചെറിയ ഔട്ട്ബോർഡ് എഞ്ചിൻ വെച്ചിട്ടുള്ള ബോട്ടിൽ കൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് വളരെ റിസ്ക്കിയാണ്. നമ്മളെപ്പോലെ കരയിൽ നിന്ന് പോകുന്നവർക്ക്, കടലുമായിട്ട് അധികം പരിചയമില്ലാത്തവർക്ക് അത് ഭയങ്കര അപകടകരമായിട്ട് തോന്നും. പക്ഷേ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും തന്നെ, പ്രായഭേദമന്യേ എല്ലാവരും തന്നെ അവരതിന് അത് അവർക്ക് ശീലമായിരിക്കുന്നു. ഒരു ബോട്ടിൽ നിന്നും വലിയ കപ്പലിലേക്ക് കയറാനും ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യാനും ഒക്കെ. ഈ യാത്രക്കിടയിൽ തന്നെ ഈ ബോട്ട് ഓടിക്കുന്ന ആൾ ചൂരമീനിന് വേണ്ടി അതിൻ്റെ ഹൂക്കും ലൈനും എറിയുന്നത്, ചൂണ്ടയും കങ്കൂസും എറിയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എത്രയും മനോഹരമായൊരു വളരെ ശാന്തമായൊരിതാണ്. അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ദ്വീപസമൂഹങ്ങളിൽ ഒരു ദ്വീപിൽ പോലും ഒരു കുറ്റവാളി പോലും ഇല്ല എന്നുള്ളതാണ്. മിക്കവാറും ഒരു ദ്വീപിൽ 3-4 ദ്വീപുകൾ എടുക്കുമ്പോൾ ഒരു ദ്വീപിൽ ചിലപ്പോൾ ഒരു ജയിലുണ്ടാകും, ഒരു പോലീസ് ഇൻസ്പെക്ടർ ഉണ്ടാകും, പിന്നെ അവിടുത്തെ ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ ഓഫീസർ, അതായത് സബ് കളക്ടർക്ക് തുല്യമായ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാകും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ വളരെ നമുക്ക് മലയാളികൾക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു ദ്വീപസമൂഹമാണ്. മലയാളികൾ ചെന്ന് കാണേണ്ട ഒരു ദ്വീപസമൂഹമാണ്. അത്ര മനോഹരമാണ്. ഒരു ദിവസത്തിൽ 3 നേരം അവിടെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകും. വേലിയേറ്റവും വേലിയിറക്കവും ഞാൻ പറയുന്നത് നോർമൽ സാധാരണഗതിയിലുള്ള ദിവസങ്ങളിലെ അവിടുത്തെ കടലിൻ്റെയും ദ്വീപസമൂഹങ്ങളുടെയും പ്രത്യേകത വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ അത് ശക്തമായിരിക്കും. അത് യഥാർത്ഥത്തിൽ കരയെ കൂടെ കവർന്ന് പോകുന്നൊരു സംഭവമാണ്. ഏറ്റവും വലിയ ദ്വീപെന്ന് പറയുന്നത്, കൊച്ചിയിൽ നിന്ന് നമ്മൾ കപ്പലിലേക്ക്, ലക്ഷദ്വീപ് സീ എന്ന് പറയുന്ന കപ്പലിലേക്ക് കയറി ചെന്നപ്പോൾ ആദ്യം എത്തുന്നത് ആന്ത്രോത്ത് എന്ന് പറയുന്ന ദ്വീപിലാണ്. അതാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ദ്വീപസമൂഹങ്ങളിലെ ഏറ്റവും വലിയ ദ്വീപ്. അത് കഴിഞ്ഞ് പ്രസിദ്ധമെന്ന് പറയുന്നത്, നമ്മൾ വളരെയധികം പ്രസിദ്ധമായിട്ട് അവിടെ നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കവരത്തി. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസിദ്ധമെന്ന് പറയുന്നത് മിനിക്കോയ് ദ്വീപ്. മിനിക്കോയ് ദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മിനിക്കോയ് ദ്വീപ് യഥാർത്ഥത്തിൽ മാലിദ്വീപിനോട് അടുത്താണ്. മിനിക്കോയ് ദ്വീപിൽ നിന്നും മാലിദ്വീപിലേക്ക് പോകാനും അടുത്താണ്. മിനിക്കോയ് ദ്വീപിലുള്ളവർക്ക് മറ്റ് ദ്വീപുകളിലുള്ള ഈ 10 ദ്വീപ് ജനവാസമുള്ള ദ്വീപുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്കാരം അവർക്കുണ്ട് എന്നാണ് അവിടെ ലക്ഷദ്വീപിലുള്ളവർ തന്നെ പറയുന്നത്. അവർക്ക് കൂടുതലും പ്രധാനമായിട്ട് ഈ മത്സ്യബന്ധനത്തിലുപരി അവിടെ ഉള്ളത് നമ്മുടെ നാളികേര കൃഷിയാണ്. ഏതാണ്ട്
2563 ഹെക്ടറോളം നാളികേര കൃഷി അവിടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വളരെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുക, അല്ലെങ്കിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അവിടെ അങ്ങനെ നാളികേരം യഥാർത്ഥത്തിൽ ആരും തന്നെ പറിച്ച് നമ്മൾ ഈ പറയുന്ന 45 ദിവസത്തിൽ നാളികേരം ഇടിയിക്കുക എന്നുള്ളൊരു സംവിധാനമില്ല. അവിടെ വീട്ടുമുറ്റത്തുള്ള നാളികേരങ്ങളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നു. കൊഴിഞ്ഞു വീഴുന്നത് വീട്ടുകാർക്ക് ആവശ്യത്തിന് മാത്രം അത് പെറുക്കിയെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കുന്നു. എന്നെങ്കിലുമൊക്കെ ഈ പറഞ്ഞ സബ് ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇവയെല്ലാം തന്നെ കളക്ട് ചെയ്ത് ശേഖരിച്ച് 2 യൂണിറ്റുകൾ അവിടെ ദ്വീപസമൂഹങ്ങളിലെ 2 യൂണിറ്റുണ്ട്. ഈ നാളികേര പ്രോസസ്സ് ചെയ്യുന്ന 2 യൂണിറ്റുകളുണ്ട്. അത് ഒന്ന് ഇന്ദിരാഗാന്ധി സ്ഥാപിച്ചതും മറ്റൊന്ന് രാജീവ് ഗാന്ധി സ്ഥാപിച്ചതുമാണ്. ഇതെല്ലാം തന്നെ പാക്ക് ചെയ്ത് നല്ല സുന്ദരമായി പാക്ക് ചെയ്യും. ഏതാണ്ട് 10-15 ചെറിയ നാളികേരമാണ്, ഉയരം കുറഞ്ഞ നാളികേരമാണ്, നാളികേര വൃക്ഷങ്ങളാണ് ഇതിനകത്ത്. വളരെ ചെറിയ നാളികേരങ്ങളാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു 10-15 എണ്ണം പൊടിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് 1 കിലോ ആയിട്ട് കിട്ടുന്നത്. അതാണ് നമുക്ക് കരയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് 300-400 രൂപയ്ക്ക് ഇവിടെ സംസ്ഥാന സർക്കാർ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ദ്വീപിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദ്വീപ് ഇരു കരകളും കടലിനോട് ചേർന്ന് കിടക്കുന്നു. ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ഒരു ദ്വീപിൽ ചിലപ്പോൾ ഒരു കാറ് മാത്രം ഉണ്ടായേക്കും. അത് ഏറ്റവും വലിയ സമ്പന്നനായ ഒരാൾക്കായിരിക്കും ഒരു കാറ്, മാരുതിയുടെ 800 പോലുള്ളൊരു കാറ്, ചിലപ്പോൾ ഓൾട്ടോ ഇപ്പോൾ ഓൾട്ടോ ആയിരിക്കും, ഒരെണ്ണം ഉണ്ടാകും. മറ്റെല്ലാവരും തന്നെ ടൂ വീലർ ഉണ്ടാകും. അതുകൂടാതെ സൈക്കിൾ, പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം സൈക്കിളാണ് അവർ ആശ്രയിക്കുന്നത്. കാരണം ഈ പറയുന്ന ആന്ത്രോത്തും കവറത്തിയും എന്നൊക്കെ പറയുന്ന ദ്വീപുകൾ തന്നെ 13 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ ജയിലിൽ നേരത്തെ പറഞ്ഞു, ജയിലിൽ ഒരു കുറ്റവാളിയും ഇല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം, അവിടെ കുറ്റം ചെയ്തിട്ട് ആർക്കും എങ്ങും പോയി രക്ഷപ്പെടാൻ പറ്റില്ല. നേരെ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കുറ്റകൃത്യങ്ങൾ ഒന്നുമില്ല. ഇനി മറ്റൊരു രസകരമായൊരു സംഭവം എന്ന് പറയുന്നത്, പട്ടിയും പാമ്പുമില്ല, നായ്ക്കളും പാമ്പും ഇല്ലാത്തൊരു ദ്വീപസമൂഹമാണ്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായൊരു സംഭവമാണ്. ഞാൻ 10 വർഷത്തിന് മുമ്പ് പോകുമ്പോൾ ഞാൻ കണ്ടത്, ഒരു കാക്ക ഒരു ദ്വീപിലുണ്ടായിരുന്നു. കവറത്തിയിൽ ഒരു കാക്ക ഉണ്ടായിരുന്നു, ഒറ്റൊരു കാക്ക. അത് വളരെ ശോഷിച്ചിരിക്കുന്നു. അത് മിക്കവാറും ഇവിടെ കൊച്ചിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ ഷിപ്പിലേതിലെങ്കിലും ചെന്ന് പെട്ടിട്ട് ആ ഷിപ്പിൻ്റെ ഓട്ടത്തിൽ അതവിടെ ചെന്നാണ്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അവിടുത്തെ കാലാവസ്ഥയോ അല്ലെങ്കിൽ മറ്റ് പക്ഷിമൃഗാദികളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കാക്കയ്ക്ക് അങ്ങനെ ഒരു ഉത്സാഹം ഉള്ള ഒരു കാക്കയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിന് യാതൊരു വിധത്തിലുള്ള ആക്രമോത്സുകതയും മറ്റുമില്ല. ജനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എറിഞ്ഞു കൊടുത്താൽ കഴിക്കുമെന്നുള്ള രീതിയിലാണ്. പൂച്ചയെ വളർത്തുന്നവർ വളരെ കുറച്ച്, ഒരു ദ്വീപിൽ 1-2 പേരുടെ വീട്ടിൽ പൂച്ചയും കാണും. ആ രീതിയിൽ ഇത്രയും മനോഹരമായ ഒരു ദ്വീപസമൂഹത്തെക്കുറിച്ച് എടുത്തു പറയാൻ പ്രധാന കാരണം, ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ തിരമാലകളുടെ ഉയരം കൂടുകയും കടൽക്ഷോഭം കൂടുകയും ചെയ്യുമ്പോൾ ഇവർ പ്രധാനമായും കേരളത്തെയാണ് ആശ്രയിക്കുന്നത്. കേരളത്തിൽ കൊച്ചിയും കോഴിക്കോടും മംഗലാപുരവുമാണ് അവർ പ്രധാന എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനാണെങ്കിലും നല്ല രീതിയിലുള്ള ചികിത്സയ്ക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ കൊച്ചിയാണ് പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത്. ഇത് കൂടാതെ ഇവർക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ, സാധനങ്ങളെല്ലാം തന്നെ ചെല്ലുന്നത് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും മംഗലാപുരത്തു നിന്നും പോകുന്നുണ്ട്. അത് കൃത്യമായി പോകുന്നുണ്ട്. പക്ഷേ ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം അത്യാഹിതങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും അവരെ എയർലിഫ്റ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ ബന്ധുക്കൾക്കെങ്ങാനും കരയ്ക്ക് വരണം, കൊച്ചിയിൽ വരണം, ഏതെങ്കിലും ചികിത്സാ സംബന്ധമായിട്ട് കഴിയുന്നവരെ കാണാൻ വരണം, അവർക്ക് കൂട്ടിരിക്കാൻ വരണമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്, വളരെ ദുർഘടമാണ്. ഒന്ന് പ്രധാന കാരണം, പല ഷിപ്പുകളും ആ സമയങ്ങളിൽ സീസണിൽ റെഗുലറായിട്ട് പോകുന്നതല്ല. പിന്നെയുള്ളത്, പോകുന്ന ഷിപ്പുകൾക്ക് തന്നെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനേക്കാളും ഭയങ്കര ടിക്കറ്റ് ചാർജാണ്. അത് പ്രധാനമായി കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് അവിടെ എല്ലാം തന്നെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആക്കിയിരിക്കുന്നു. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് എല്ലാവർക്കും, നേരത്തെ അവർ സാക്ഷരത ഉള്ളവരാണെന്നൊക്കെ പറയുമ്പോൾ പോലും തീരെ സാധാരണക്കാരായവരായതുകൊണ്ട് അവിടെ അവർക്കാർക്കും തന്നെ ഓൺലൈനിൽ അത്തരത്തിലുള്ള ആക്സസിബിലിറ്റി, അവർക്കതങ്ങനെ കൃത്യമായി അത്രയും സ്പീഡി ആയിട്ട് നഗരത്തിൽ ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന പോലുള്ള വേഗത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിംഗ് നടക്കുന്നു എന്നാണ്, ടിക്കറ്റ് ബ്ലാക്ക് മാർക്കറ്റിംഗ് നടക്കുന്നു. ഇവിടെ കൊച്ചിയിലും പരിസരത്തുമുള്ള നമ്മുടെ മെയിൻലാൻഡിലുള്ളവർ തന്നെ, പ്രധാന നഗരങ്ങളിലുള്ളവർ തന്നെ
ഈ ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകളിലേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് ഓൺലൈനിൽ മൊത്തത്തിൽ ബുക്ക് ചെയ്ത് മാറ്റുകയും അത് 4 ഇരട്ടി 5 ഇരട്ടിയും കൊടുത്ത് മേടിക്കേണ്ടി വരികയും ചെയ്യുന്നൊരു വളരെ ദയനീയമായ അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം അവിടുത്തെ നാട്ടുകാർ ഇന്നിപ്പോൾ അനുഭവിക്കുകയാണ്. നേരത്തെ നമ്മൾ ലഗൂണിൻ്റെ കാര്യം പറഞ്ഞു. ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുമ്പോഴാണ് അവിടെ ലഗൂണുകൾ ഉണ്ടാകുന്നത്. ലഗൂണുകൾ കാണാൻ എന്ത് മനോഹരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര മനോഹരമെന്ന് പറഞ്ഞാലും അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന മനോഹാരിതയല്ല, അത്ര സുന്ദരമാണ്. ഈ ലഗൂൺ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മളെപ്പോലുള്ളവർ മെയിൻലാൻഡിൽ നിന്നും പ്രധാന നഗരങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് അവിടെ എല്ലാത്തിനും കുളിക്കാനും മറ്റ് അത്തരത്തിലുള്ള ഉല്ലാസത്തിന് പറ്റിയ ലഗൂണുകളാണ് ഈ പറഞ്ഞ 3 തീരങ്ങളിലുണ്ടാകുന്ന വേലിയേറ്റം വേലിയിറക്കത്തിലുണ്ടാകുന്ന ഈ ലഗൂണുകളുടെ പ്രത്യേകത. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ കടലിൻ്റെ സമുദ്രത്തിൻ്റെ വിവിധ വർണ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പറഞ്ഞു 3-4 നിറത്തിൽ നമുക്ക് സമുദ്രത്തിൻ്റെ കളറുകളെ നിറത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. കൊച്ചിയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ദ്വീപ സമൂഹങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ മനസ്സിലാവും. മരതകപ്പച്ച, നല്ല നമ്മൾ സ്കൈ ബ്ലൂ, പിന്നെ അരണ്ട, പേടി തോന്നിക്കുന്ന അരണ്ട കറുത്ത നിറമുള്ള സമുദ്രം. ആ രീതിയിൽ ഇത് ആഴവും സൂര്യൻ്റെ സാന്നിധ്യവും അതൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിൻ്റെ കടലിൻ്റെ ആഴത്തെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഈ കടലിൽ ഈ പല വിവിധ നിറങ്ങൾ വരുന്നു എന്നൊക്കെയുള്ളതാണ് ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നത്. അവിടെ പ്രധാനമായിട്ട് പിന്നെ കാണുന്നത് പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകളുടെ ഒരു നാടാണ് ഈ പറഞ്ഞ ദ്വീപ സമൂഹം. ഇതിൽ ഈ 10 ദ്വീപുകൾ മാത്രം ആൾവാസം ഉണ്ടെന്ന് പറയുമ്പോഴും 36 ദ്വീപുകൾ 26 ദ്വീപുകളും വേക്കൻ്റാണ്. പക്ഷേ ഈ 26 ദ്വീപുകളിൽ വേക്കൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ആൾവാസമില്ലെന്ന് പറയും. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അവിടുത്തെ ദ്വീപ് നിവാസികൾക്ക് പോലും അതിനെക്കുറിച്ച് നമ്മൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. എന്നാൽ മത്സ്യബന്ധനത്തിന് ഈ ചൂരവേട്ടയ്ക്ക് പോകുന്നവർ, ചൂര പിടിക്കാൻ പോകുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിലർ ഈ പറഞ്ഞ ആൾവാസമില്ലാത്ത ദ്വീപുകളിൽ ചെന്ന് വലയും വള്ളവുമായിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ അവർ വലയും വള്ളവും ഉണക്കുകയും അതിൻ്റെ റിപ്പയറും മെയിൻ്റനൻസൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. തിരിച്ച് അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ദ്വീപുകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ മോഡി NDAയുടെ മോഡി സർക്കാരിൻ്റെ ഏതാണ്ട് അവസാന വർഷം, 2ാം മോഡി സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് ലക്ഷദ്വീപിലേക്ക് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. ലക്ഷദ്വീപ് സമൂഹങ്ങളെ എല്ലാം കൂടെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ വികസിതമായിട്ടുള്ള യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ കാണുന്ന രീതിയിലുള്ള ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ലക്ഷദ്വീപ് നിവാസികൾ അതിനൊക്കെ എതിരാണ്. കാരണം അവരുടെ ശാന്തതയും സമാധാനവും സ്വസ്ഥതയും സ്വച്ഛതയും ഒക്കെ നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ അതിനെ കേന്ദ്ര സർക്കാർ പൊതുവായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്, മാലദ്വീപിന് സമാനമായിട്ട് ഇവിടെയും ലക്ഷദ്വീപിനെയും നമ്മൾ ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് സർക്കാരെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞാലും അവിടുത്തെ ശാന്തതയും ആളുകളുടെ ശാന്ത പ്രകൃതവും സൗഹൃദവും സ്നേഹവും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലക്ഷദ്വീപിൽ തന്നെ പോയി അനുഭവിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ കൊച്ചിയിലും ആലുവയിലും ഒക്കെ അവർക്കൊക്കെ കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ആലുവയിലും കോഴിക്കോടും മംഗലാപുരത്തും തന്നെ കുടുംബ ബന്ധങ്ങളുണ്ട്. അതൊക്കെ തന്നെ വളരെ കുറച്ചാണ്. പക്ഷേ ഐലൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് പ്രത്യേക പാസ്പോർട്ട് പോലെ ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്, അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ ഷിപ്പിലേക്ക്, കപ്പലിലുള്ള യാത്രയ്ക്ക് അവർക്ക് മുൻഗണനയുണ്ട്, അവർക്ക് റേറ്റ് കുറവാണ്. അതേസമയം നമ്മൾ കരയിൽ നിന്ന് പോകുന്നവർക്ക് വിദേശത്ത് ഗൾഫിലൊക്കെ പോകുന്നത് പോലുള്ള തന്നെ ചാർജ് ഷിപ്പിൽ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ അവിടുത്തെ ടൂറിസം സാധ്യതകൾക്ക്, അല്ലെങ്കിൽ ഇവിടെ കരയിൽ നിന്നും അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുവാൻ വേണ്ടിയുള്ളൊരു പതിറ്റാണ്ടുകളായിട്ട്, ഏതാണ്ട് 1963 ഈ ദ്വീപുകളെ ഇങ്ങനെ തിരിച്ചറിയപ്പെടുകയും 73 ലക്ഷദ്വീപ് സമൂഹം എന്ന് പേര് നാമകരണം നൽകിയതെന്നൊക്കെയാണ് ചരിത്രം. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ശാന്തതയും സ്വസ്ഥതയും സ്വച്ഛതയും നഷ്ടപ്പെടരുതെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കരയിൽ നിന്നും, അതായത് കേരളത്തിൽ നിന്ന് ആരും തന്നെ അങ്ങനെ അധികം ആരും പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഷിപ്പിലേക്കുള്ള യാത്രയിൽ, കപ്പൽ യാത്രയിലുള്ള ഫെയർ ചാർജ്, യാത്രാക്കൂലി വർദ്ധിപ്പിച്ച് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു സംഭാഷണം. എന്ത് പറഞ്ഞാലും ലക്ഷദ്വീപ് നിവാസികൾ ഇപ്പോൾ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ
ഈ കടൽക്ഷോഭമുള്ള സമയങ്ങളിൽ അവർ വല്ലാത്ത സങ്കടത്തിലാണ്, ദുർഗതിയിലാണ്. കാരണം വേറൊന്നുമല്ല, അവർക്ക് കരയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ അവിടെ കൃത്യസമയത്ത് എത്തുന്നില്ല. അങ്ങനെ പലപ്പോഴും പല ദ്വീപ സമൂഹങ്ങളിലെ ഈ പറഞ്ഞ 10 അവർക്ക് എല്ലാവർക്കും തന്നെ ഭക്ഷണം കൃത്യമായി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതി കൂടെയുണ്ട്. ഇനി ഏതൊക്കെയാണ് ഈ 10 ദ്വീപുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രോത്ത്, കടമത്ത്, കൽപ്പേനി, ആഗത്തി, മിനിക്കോയി, കവരത്തി, അമേനി, ബിത്ര, ചെത്തിലത്ത്, കിൽത്തൻ, ഇങ്ങനെ 10 ദ്വീപസമൂഹങ്ങളിൽ മാത്രമാണ് ഈ ആൾവാസമുള്ളത്. മറ്റ് 26 ദ്വീപുകൾ തന്നെ ആൾവാസമില്ലാത്തതുകൊണ്ട് തന്നെ അതിനൊക്കെ പേരുണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമുക്ക് അവിടുത്തെ സൗഹൃദങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അവിടെ അതുകൂടാതെ സമുദ്ര ശാസ്ത്രജ്ഞന്മാരുണ്ട്. നമ്മുടെ പ്രധാന നഗരങ്ങൾ കൊച്ചിയിലും കോഴിക്കോടും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കാൻ വരുന്നവരും വിദേശത്ത് പോയി ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെയും അവിടുത്തെ ഈ പുറ്റുകളെക്കുറിച്ചും അവിടുത്തെ മത്സ്യബന്ധനത്തെക്കുറിച്ചും ഒക്കെ പറയാനും പഠിപ്പിക്കാനും കടലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള ശാസ്ത്രജ്ഞരായിട്ടുള്ള നിരവധി പേരുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ കടൽ വേലിയേറ്റം വരുമ്പോഴേക്കും ഈ പറഞ്ഞ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഈ വ്യാളി എന്ന് പറഞ്ഞ നമ്മുടെ ഈ കണവ എന്ന് പറയുന്ന സ്ക്വിഡ് എന്ന് പറയുന്ന മത്സ്യത്തിന് സമാനമായിട്ടുള്ള വ്യാളി പോലുള്ള മത്സ്യം ഈ കടലിനൊപ്പം കരയിലേക്ക് വരികയും ഈ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയും ചെയ്യും. ഈ ഒളിച്ചിരിക്കുന്ന സമയത്ത് പ്രായഭേദമന്യേ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും തന്നെ നീളമുള്ള കമ്പിയുമായിട്ട് ചെല്ലും. വെയിൽ ഇറങ്ങുമ്പോഴേക്കും ചെല്ലുമ്പോൾ ഈ വ്യാളികൾ മിക്കവാറും അതിൻ്റെ കണ്ണുകൾ മാത്രം പുറത്ത് കാണാൻ കഴിയും. അവ ഈ പവിഴപ്പുറ്റിൽ ഒളിച്ചിരിക്കും. അതിനെ ഇങ്ങനെ കുത്തിയെടുക്കും. അത് 1 കിലോ വ്യാളിക്ക് എനിക്ക് തോന്നുന്നു ആ 10 വർഷത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞത് ഏതാണ്ട് 250 രൂപയുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരുടെ ജീവിതമൊക്കെ അവർ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും വലിയ ഷോപ്പിംഗ് മാളുകളോ ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ കാണുന്നത്ര തന്നെ വലിയ കടകളൊന്നും അങ്ങനെയുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഈ ഏക വരുമാനം ഈ മത്സ്യബന്ധനത്തിലുള്ള ഈ വ്യാളിയും പിന്നെ പറഞ്ഞ ചൂരയും പിന്നെ നാളികേരവും ഒക്കെ. ഇത് തന്നെ വളരെ പരിമിതമായ സാഹചര്യത്തിൽ പക്ഷേ അവരെല്ലാവരും തന്നെ വളരെ സന്തുഷ്ടരാണ്. അവർക്ക് പരാധീനതകളില്ല, പരിഭവങ്ങളില്ല. അവർക്കെല്ലാം അവരുടെ നാട്ടിൽ ജീവിക്കുന്നതിന് വളരെയധികം സന്തുഷ്ടരായി തന്നെ ജീവിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ കരയിൽ നിന്നും ഇവിടെ നിന്ന് മെയിൻലാൻഡിൽ നിന്ന് നമ്മൾ ചെല്ലുന്നവരോട് അവർ ചോദിക്കുക നാട്ടിലെവിടുന്ന എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആ ഒരു സ്നേഹവായ്പ്, ആ ഒരു ആദരവ്, നമ്മളോട് കാണിക്കുന്ന ആ ബഹുമാനം, ആ സമീപനം, അതൊക്കെ നമ്മൾ മലയാളികൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ളൊരു ദ്വീപസമൂഹത്തിൽ ടൂറിസം പോലുള്ളൊരു വ്യാവസായികവൽക്കരിച്ചുകൊണ്ടുള്ളൊരു ടൂറിസം വേണോ, അവിടുത്തെ പ്രകൃതിയെ തകർക്കണോ എന്നുള്ള ഒക്കെ ഉള്ളൊരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ പൊതുജനം മൊത്തത്തിൽ ലക്ഷദ്വീപിനെക്കുറിച്ച് അറിയുന്നവർ പറയുന്നത്. കാരണം വിസ്തൃതി കുറഞ്ഞ ദ്വീപുകളാണ്. നീളത്തിലാണെങ്കിൽ അല്പം 11-11.5 കിലോമീറ്റർ നീളമുള്ള കവരത്തി പോലുള്ള ദ്വീപുകളിലാണെങ്കിൽ പോലും വിസ്തൃതി കുറവാണെങ്കിലും 2 സൈഡും സമുദ്രമാണ്. അപ്പോൾ ഇവിടെ ചെന്ന് ടൂറിസത്തിൻ്റെ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ബിൽഡിങ്ങുകൾ വന്നു കഴിയുമ്പോൾ തന്നെ ഈ ദ്വീപുകൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ തന്നെ വളരെ ഡിൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചരിഞ്ഞ് മറിയുന്ന രീതിയിലാണ്. നമ്മൾ 2018 പ്രളയമൊക്കെ സമയത്തും കടൽക്ഷോഭം വരുമ്പോഴൊക്കെ നമുക്കറിയാം ഈ പറയുന്ന ആൾവാസമുള്ള സ്ഥലങ്ങളിൽ പോലും കടൽ കയറുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ടൂറിസത്തിന് ഇത്തരത്തിലൊരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ടൂറിസം പദ്ധതി സർക്കാർ വിഭാവന ചെയ്യുന്നത് ശരിയാകുമോ എന്നൊക്കെ ഉള്ളതാണ് പ്രധാനം. ഇപ്പോൾ യഥാർത്ഥത്തിൽ പറയാനുള്ളത് ഈ സർക്കാരിൽ നിന്ന് ഈ ഓൺലൈൻ രീതിയിൽ ടിക്കറ്റ് ഏർപ്പെടുത്തുമ്പോൾ ഈ ദ്വീപസമൂഹത്തിലുള്ളവർക്ക് ഈ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നും വില അമിതമായിട്ട് 3-4 ഇരട്ടി വില കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇവിടെ മെയിൻലാൻഡിൽ വരികയോ മെയിൻലാൻഡിൽ നിന്ന് തിരിച്ചവരുടെ ദ്വീപിലേക്ക് പോവുകയോ ചെയ്യുന്നതിന് വല്ലാത്തൊരു പ്രയാസമായിരിക്കും. പക്ഷേ അത് ആരോട് പറയുമെന്നറിയാത്ത ഒരു സമൂഹമാണ് അവരവിടെ ഇരിക്കുന്നത്. അവരുടെ പരാതികളുണ്ട് അവർക്ക്, പക്ഷേ അത് ആരോട് പറയണം എന്നറിയില്ല. നമുക്കറിയാം അവിടെ ഒരു MP ഉണ്ട്. അദ്ദേഹത്തിന് കഷ്ടിച്ച് 50,000 പേരുടെ വോട്ടിൻ്റെ സാധ്യതയാണുള്ളത്. ഇപ്പോഴുള്ള MP നമുക്കറിയാം. അദ്ദേഹത്തിന് BJP-യിൽ നിന്നും നിരവധി ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. 2 തവണ അദ്ദേഹം പാർലമെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വിധിയൊക്കെ മേടിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ ദ്വീപുകൾ ഇങ്ങനെ പലയിടത്തായിട്ട് കിടക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ദ്വീപിലുള്ള ഒരു സമൂഹത്തിന് മറ്റു ദ്വീപിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ അധികാരികളെ അറിയിച്ച് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്.
എന്ന് പറഞ്ഞാലും ലക്ഷദ്വീപ് നിവാസികളുടെ ഇപ്പോഴത്തെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ അവരുടെ പ്രയാസങ്ങളെ കൂടെ അറിയിക്കാനും ദ്വീപ് സമൂഹങ്ങളുടെ മനോഹാരിത കൂടെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൂടെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കമൻറ്റ് ബോക്സിൽ ലക്ഷദ്വീപ് ദ്വീപുകളെക്കുറിച്ച്, ലക്ഷദ്വീപിൻ്റെ ഈ ദ്വീപ് സമൂഹത്തെക്കുറിച്ച്, ഈ ദ്വീപ് സമുച്ചയത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ ഈ പ്രത്യേക ദ്വീപുകളെക്കുറിച്ചുള്ള സമൂഹത്തെക്കുറിച്ച് നമ്മളിത് പറയുമ്പോൾ ഇതുപോലെ പ്രത്യേകതയുള്ള കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ള എന്തെങ്കിലുമൊക്കെ സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതിയോ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ on_the.commentbox@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ എഴുതി അറിയിച്ചാൽ ഞങ്ങളത് കൃത്യമായി അത് പഠിച്ച് അത് പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതായിരിക്കും. നന്ദി.